മഹാരാഷ്ട്രയെക്കുറിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞ കാര്യം, അതായത് ഹിമാചൽ പ്രദേശിലെ ടോട്ടൽ വോട്ടർമാരുടെ എണ്ണത്തോളം വോട്ടർമാരെ കഴിഞ്ഞ 5 മാസം കൊണ്ട് മഹാരാഷ്ട്രയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഉള്ളിൽ മഹാരാഷ്ട്രയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഡൽഹിയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പ്ലാൻഡായിട്ട് ആളുകളെ ഒഴിവാക്കുകയോ അഡീഷണൽ ചേർക്കുകയോ ഒക്കെ ചെയ്ത കാര്യം സൂചിപ്പിക്കേണ്ട. അത് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലത്തെ ആകെ തന്നെ ബാധിക്കുന്ന വിധത്തിലുണ്ടോ? ഓഫ് കോഴ്സ്. കാരണം അസംബ്ലി ഇലക്ഷനകത്ത് ഈ ഡൽഹിയില് ലോക്സഭ ഇലക്ഷന്റെ റിസൾട്ടും അസംബ്ലി ഇലക്ഷൻ റിസൾട്ടും തമ്മിൽ ഇത്രയും വ്യത്യാസം വരുന്നത് പറഞ്ഞാല് അരവിന്ദ് കെജ്രിവാൾ വാഷ് ഔട്ട് ചെയ്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് നടന്ന ലോക്സഭ ഇലക്ഷന് പോലും അരവിന്ദ് കെജ്രിവാളിന് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ കിട്ടിയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് അരവിന്ദ് കെജ്രിവാളിന് എല്ലാ അസംബ്ലിയിലും ഒരു ഭൂരിപക്ഷ വോട്ടിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് അവരുടെ ലോക്കൽ ലീഡേഴ്സ് ആണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അതേസമയത്ത് ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ ആ ഒരു കാൽക്കുലേഷൻ തെറ്റുമാറി അവർക്ക് അങ്ങനെ ഒരു മാനേജ്മെന്റ് ഇല്ലാതെ പോകും. അപ്പം ആ ഒരു മാനേജ്മെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാനാണ് BJP മൈക്രോ മാനേജ് ചെയ്തത്. കാരണം അങ്ങനെ മൈക്രോ മാനേജ് ചെയ്യാനും ഇൻഫ്രാസ്ട്രക്ചർ വേണം, പൈസ വേണം, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് വേണം. ഈ 3 കാര്യവും BJPക്ക് ഡൽഹിയിലുണ്ട്. ഡൽഹിയിലുള്ള ഡൽഹി പോലീസ് എന്തോ കാര്യത്തിലായാലും, കഴിഞ്ഞ കോൺഗ്രസിന്റെ ഒരു ലീഡർ ഗ്രേറ്റർ കൈലാഷിൽ കംപ്ലൈന്റ് ചെയ്യുന്നു, ബാക്കി എല്ലാവരുടെയും വണ്ടികൾ ചെക്ക് ചെയ്യുന്നു, പക്ഷെ BJPയുടെ ലീഡേഴ്സിന്റെ വണ്ടികൾ ചെക്ക് ചെയ്യുന്നില്ല, ഡൽഹി പോലീസിന്റെ വണ്ടികൾ ചെക്ക് ചെയ്യുന്നില്ല. ക്യാഷിന്റെ കാര്യത്തിലേക്ക് എന്തുകൊണ്ടാണ്? അപ്പോൾ അഡ്മിനിസ്ട്രേഷനും പോലീസും പൈസയും ഉള്ള ഒരു പാർട്ടിയാണ് BJP. ആ കാര്യം മനസ്സിലാക്കണം. അപ്പം ഒരു 3 ദിവസത്തെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടിച്ചേർക്കണമെങ്കിൽ അത്രയും വലിയ മൈക്രോ മാനേജ് ചെയ്ത ഫിനാൻസസും ആൾക്കാർ വേണം. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, BJP മാസ് പാർട്ടിയാണ്, ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള പാർട്ടിയാണെന്നൊക്കെ മനസ്സിലാക്കിയാലും ഈ വാർഡ് ലെവലിലുള്ള പല ലീഡേഴ്സിന് പോലും അറിയത്തില്ല അവരുടെ വാർഡിൽ എന്തൊക്കെ നടക്കുന്നത്. കാരണം എക്സ്പേർട്ട് ഏജൻസീസ് ആണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വാർഡിൽ ഒരു കൊടിമരം വേണമെന്ന് അവിടുത്തെ ലീഡർ പറഞ്ഞാൽ ആ കൊടിമരം വെച്ചിട്ട് ഏജൻസി അങ്ങ് പോകും, അറിയത്തില്ല ആരാ വന്ന് വെച്ചെന്ന്. അവർക്ക് ബക്കറ്റ് കളക്ഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ എക്സ്പേർട്ട് ഏജൻസീസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അരവിന്ദ് കെജ്രിവാളിനും ഇല്ല, കോൺഗ്രസിനും ഇല്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം എത്ര ബാധിക്കും ഈ ഡൽഹി ഇലക്ഷനെ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ബേസിക്കലി സന്തോഷ്, ഈ എക്സ്പെർട്ട് ഏജൻസീസ് എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷനീറിങ് അല്ല, പ്രചരണം മാത്രമല്ല, ഈ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റും ഇത്തരം സംഗതികളും മുഴുവൻ എക്സ്പെർട്ട് ഏജൻസീസ് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? എക്സ്പെർട്ട് ഏജൻസീസ്, വോളണ്ടിയേഴ്സ്, ഈ പല പല ഏജൻസീസ് ഉണ്ട്. അത് എങ്ങനെ വോളണ്ടിയേഴ്സ് ആയിട്ട് വരുന്ന പല ആൾക്കാരുണ്ട് എല്ലാ അസംബ്ലി. അത് നമ്മൾ ചോദിച്ചാൽ അവർ പറയും ഇത് കർണാടകയിൽ നിന്ന് വന്ന RSSന്റെ കാഡറാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും കേരളത്തിൽ നിന്ന് വന്ന മലയാളികൾ ഇഷ്ടം പോലെ കേരളത്തിൽ നിന്ന് ഡൽഹി വന്നിട്ടുണ്ട് ക്യാമ്പയിന് വേണ്ടി. അപ്പൊ അവർക്ക് സാലറി കിട്ടുന്നുണ്ട്, അവർക്ക് എല്ലാ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പൊ ആരാ മാനേജ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ പറയും വോളണ്ടിയേഴ്സ് ആണെന്ന് പറയും, അല്ലെങ്കിൽ RSSന്റെ ആക്ടിവിസ്റ്റ് ആണെന്ന് പറയും. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ പ്രൊഫഷണൽ ഹാൻഡ്ലിംഗ് ആണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ കാഡർ വർക്ക് ചെയ്താൽ ചിലപ്പം ഒരു കാഡറിനോട് പറയും, വീട്ടിൽ പറയും, സംസാരം മനസ്സിലാവും. പക്ഷെ ഇത് അവർ കോൺഫിഡൻഷ്യൽ ആണ് എല്ലാ ഓപ്പറേഷൻസ് നടത്തുന്നത്. ഇതിലൊരു കാര്യം കൂട്ടിച്ചേർത്താന്ന് വെച്ചാലേ, അതായത് രാഷ്ട്രീയത്തിൽ ഞാനിപ്പം 1980കളുടെ മധ്യം മുതൽ ഡൽഹിയിലെ രാഷ്ട്രീയം, ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം ഞാൻ കണ്ടു. അപ്പോ ഈ രാഷ്ട്രീയത്തിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയത്തെ പ്രൊഫഷണൽ ആക്കുകയാണ് പിന്നെ BJP ചെയ്തിരിക്കുന്നത്. അതായത് ഇതിലേക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള എലമെന്റ്സിനെ കൊണ്ടുവരികയും അവര് പിന്നെ ഈ പറഞ്ഞ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരെ, ഗ്രാസ് റൂട്ട്സ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഈ പുതിയ കാലത്തേക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ട്രെയിനിങ് കൊടുക്കുകയും, ഇതൊന്നും മറ്റൊരു പാർട്ടിക്കും ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു 2007 ഞാൻ ആദ്യമായിട്ട് BJPയുടെ സോഷ്യൽ മീഡിയ ഫാക്ടറി, ഏതാണ്ട് 3000-ഓളം പേര് പണിയെടുക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഫാക്ടറി, 4 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഫാക്ടറി ഗുജറാത്തിലെ ദഹോദിൽ കാണുന്നത്. അപ്പൊ സന്തോഷം പറയുന്നത് ഇത് ഓരോ ബൂത്തിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെർട്ട് കമ്മിറ്റികളാണ് വർക്ക് ചെയ്തത്. ഇത് രാഷ്ട്രീയത്തെ പ്രൊഫഷണലൈസ് ചെയ്യുക, അതിനൊരു പ്രൊഫഷണൽ മാനേജ്മെന്റ് തലത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് BJP ചെയ്തിരിക്കുന്നത്. അത് ഒരു വലിയ ഫോർമിഡബിൾ ഫോഴ്സ് തന്നെയാണ്.
അപ്പം ഇന്നലെ ഈ സംസാരിക്കുന്ന ബ്യൂറോക്രാറ്റുകൾ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന എക്സ്പെർട്ട് കമ്മിറ്റികളിൽ നമ്മുടെ പഴയ കാലത്ത് ബാലറ്റിന്റെ സമയത്ത് ബീഹാറിലൊക്കെ കാണുന്ന രീതിയിൽ ഈ ബാലറ്റ് പേപ്പറുകൾ വാരിക്കൊണ്ടുപോയി സ്വന്തം ചിഹ്നം കുത്തിവെച്ചിട്ട് ബാലറ്റ് പെട്ടികൾ നിറയ്ക്കുന്ന സമ്പ്രദായം ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഞാനും സന്തോഷം ഖത്തർ ജേർണലിസ്റ്റുകൾ. ഇപ്പം എനിക്ക് ഇന്നലെ നമ്മൾ ഈ ബ്യൂറോക്രാറ്റും എക്സ് ബ്യൂറോക്രാറ്റുമായിട്ട് സംഭാഷണത്തിൽ പറഞ്ഞു വെച്ചാൽ സമാനമായ രീതിയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രസ്സിംഗ് നടത്താൻ വേണ്ടിയുള്ള സിസ്റ്റം ഉണ്ടാക്കുന്ന എക്സ്പേർട്ട് കമ്മിറ്റികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഹിഡൻ ഫാക്ടേഴ്സ് ആണ് ഈ ഇലക്ഷന്റെ ഇടയിൽ. പക്ഷേ കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാത്ത രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരല്ല ആം ആദ്മി പാർട്ടിക്കാർ. ആം ആദ്മി പാർട്ടി ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രതിവിധിയുമായിട്ട് മുന്നോട്ട് പോകാൻ പക്കത്തിലുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്നുള്ളതാണ് ഈ ഒരു ഓവറോൾ സിനോറിയയിൽ നമുക്ക് കാണാൻ പറ്റുക.